ഹായ് ഓൾ, നമുക്ക് ആദിത്യ L1 കുറിച്ച് പഠിക്കാം. എക്സാമിന് ഒരു ചോദ്യം ഉറപ്പാണ്. ആദിത്യ L1 സൂര്യനെക്കുറിച്ച് പഠിക്കുന്ന ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ഇന്ത്യൻ ദൗത്യമാണ് ആദിത്യ L1. ആദിത്യ L1 മിഷൻ ഇന്ത്യ സക്സസ്ഫുള്ളി ലോഞ്ച്ഡ് ഇറ്റ്സ് ഫസ്റ്റ് സ്പേസ് ക്രാഫ്റ്റ് ടു സൺ. അപ്പോൾ നമുക്ക് പഠിക്കാം. 1 മാർക്ക് ഉറപ്പിച്ചോളൂ. ഇത് പഠിച്ചാൽ നമുക്ക് എന്തായാലും 1 മാർക്ക് കിട്ടും. ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യം എന്താണ്? ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യം ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ലക്ഷ്യത്തിലെത്തിക്കുന്ന ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം. ISROയുടെ രണ്ടാമത്തെ ജ്യോതിശാസ്ത്ര നിരീക്ഷണ ദൗത്യമാണ് ആദിത്യ L1. ഇതെന്നാണ് വിക്ഷേപിച്ചത്? 2023 സെപ്റ്റംബർ 2-നാണ് വിക്ഷേപിച്ചത്. എന്ന് വിക്ഷേപിച്ചു? 2023 സെപ്റ്റംബർ 2. ചോദിക്കാൻ സാധ്യതയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആദിത്യ L1 വിക്ഷേപിച്ച ഡേറ്റ് 2023 സെപ്റ്റംബർ 2. എവിടെ നിന്ന് വിക്ഷേപിച്ചു? സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ശ്രീഹരിക്കോട്ട. വിക്ഷേപണ വാഹനം ഏതാണ്? PSLV C-57. വിക്ഷേപണ വാഹനം PSLV C-57. അതിൻ്റെ ഭാരം 1475 കിലോഗ്രാം. അപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള 2 ക്വസ്റ്റ്യൻ. എന്ന് വിക്ഷേപിച്ചു? വിക്ഷേപണ വാഹനം വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2, സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ശ്രീഹരിക്കോട്ട. വിക്ഷേപണ വാഹനം PSLV C-57. ദൗത്യ കാലാവധി 5 വർഷവും 2 മാസവും. ദൗത്യ കാലാവധി 5 വർഷവും 2 മാസവും. മിഷൻ ഡയറക്ടർ മലയാളിയായ SR ബിജു. മിഷൻ ഡയറക്ടർ ആരാണ്? മലയാളിയായ SR ബിജു. 3-ാമത്തെ ക്വസ്റ്റ്യൻ. പ്രോജക്റ്റ് ഡയറക്ടർ നിഗാർ ഷാജി, തമിഴ്നാട് സ്വദേശി. പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ്? നിഗാർ ഷാജി, തമിഴ്നാട് സ്വദേശി. അപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള 4 ക്വസ്റ്റ്യൻസ്. വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2, സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ശ്രീഹരിക്കോട്ട. വിക്ഷേപണ വാഹനം PSLV C-57. മിഷൻ ഡയറക്ടർ മലയാളിയായ SR ബിജു. പ്രോജക്റ്റ് ഡയറക്ടർ നിഗാർ ഷാജി, തമിഴ്നാട് സ്വദേശി. ഇവിടെ നിഗർ ഷാജിയുടെ എങ്ങനെ വരാൻ ക്വസ്റ്റ്യൻ? ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച വനിത ആരാണ്? നിഗർ ഷാജി. അടുത്തത് പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ഡോക്ടർ K. ശങ്കര സുബ്രഹ്മണ്യം. പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ആരാണ്? ഡോക്ടർ K. ശങ്കര സുബ്രഹ്മണ്യം. പേടകത്തെ നിയന്ത്രിക്കുന്നത് ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് ഇസ്ട്രാക്ക്. പേടകത്തെ നിയന്ത്രിക്കുന്നത് ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് ഇസ്ട്രാക്ക്. അതും പഠിച്ചു വയ്ക്കൂ. അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എവിടെ നിന്ന് വേണോ ചോദിക്കാമല്ലോ. അടുത്തത് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് പുറത്ത് കടന്നത് 2023 സെപ്റ്റംബർ 30. എന്താണ്? ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ആദിത്യ L1 പുറത്ത് കടന്നത് 2023 സെപ്റ്റംബർ 30. ലഗ്രാഞ്ച് പോയിൻ്റുള്ള ഹേലോ ഭ്രമണപഥത്തിൽ എത്തിയത് 2024 ജനുവരി 6. അടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ആദിത്യ L1 ലഗ്രാഞ്ച് പോയിൻ്റിലുള്ള ഹേലോ ഭ്രമണപഥത്തിൽ എത്തിയതെന്ന്? 2024 ജനുവരി 6. 127 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിലെത്തിയത്. എന്താണ്? 127 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിലെത്തിയത്. പ്രസ്താവന ചോദ്യത്തിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട്. വായിച്ചു വയ്ക്കുക. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്തൊക്കെയാണ് പറഞ്ഞത്? ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2, സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ശ്രീഹരിക്കോട്ട. വിക്ഷേപണ വാഹനം PSLV C-57. മിഷൻ ഡയറക്ടർ മലയാളിയായ SR ബിജു. വെരി ഇമ്പോർട്ടൻറ്റ്. പ്രോജക്റ്റ് ഡയറക്ടർ നിഗാർ ഷാജി, തമിഴ്നാട് സ്വദേശി. ആദിത്യ L1 അതായത് ഇന്ത്യയുടെ സൗര ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച വനിത നിഗാർ ഷാജി. പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ഡോക്ടർ K. ശങ്കര സുബ്രഹ്മണ്യം. പേടകത്തെ നിയന്ത്രിക്കുന്നത് ഇസ്ട്രാക്ക് ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക്.
ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് പുറത്ത് കടന്നത് 2023 സെപ്റ്റംബർ 30. ലഗ്രാഞ്ച് പോയിന്റിലുള്ള ഹാലോ ഭ്രമണപഥത്തിൽ എത്തിയത് 2024 ജനുവരി 6. എത്ര ദിവസം? 127 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിൽ എത്തിയത് 127 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ്. ഭൂമിയുടെയോ മറ്റ് ഗ്രഹങ്ങളുടെയോ നിഴൽ തടസ്സം ഉണ്ടാവാതെ സദാസമയം സൂര്യനെ വീക്ഷിക്കാൻ സാധിക്കുന്ന പോയിൻ്റാണ് ലഗ്രാഞ്ച് പോയിൻ്റ്. എന്താണ് ലഗ്രാഞ്ച് പോയിൻ്റ്? ഭൂമിയുടെയോ മറ്റ് ഗ്രഹങ്ങളുടെയോ നിഴൽ തടസ്സം ഉണ്ടാവാതെ സദാസമയം സൂര്യനെ വീക്ഷിക്കുവാൻ സാധിക്കുന്ന പോയിൻ്റാണ് ലഗ്രാഞ്ച് പോയിൻ്റ്. L1 എന്ന് വെച്ചാൽ എന്താണ്? ലഗ്രാഞ്ച് പോയിൻ്റ്. ആദിത്യ L1 ദൗത്യത്തിനായി 38 ഇലക്ട്രോണിക് മൊഡ്യൂളുകൾ നിർമ്മിച്ച് നൽകിയ കേരളത്തിലെ സ്ഥാപനമാണ് ഏത്? കെൽട്രോൺ. ആദിത്യ L1 ദൗത്യത്തിനായി 38 ഇലക്ട്രോണിക് മൊഡ്യൂളുകൾ നിർമ്മിച്ച് നൽകിയ കേരള സ്ഥാപനം കെൽട്രോൺ. ഇമ്പോർട്ടൻറ്റ്. ഓൺ ബോർഡ് പ്രൊപ്പൽഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ പുറത്തേക്ക് പേടകം എത്തുന്നത്. എങ്ങനെയാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ പുറത്തേക്ക് പേടകം എത്തുന്നത്? ഏത് പ്രക്രിയയിലൂടെയാണ്? ഓൺ ബോർഡ് പ്രൊപ്പൽഷൻ. ഭൂമിയിൽ നിന്ന് 1.5 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൗരഭ്രമ ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഒരു ഹാലോ ഭ്രമണപഥത്തിൽ പേടകത്തെ എത്തിക്കുകയാണ് ലക്ഷ്യം. എന്താണ് ലക്ഷ്യം? ഭൂമിയിൽ നിന്ന് 1.5 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൗരഭ്രമ ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഒരു ഹാലോ ഭ്രമണപഥത്തിൽ പേടകത്തെ എത്തിക്കുകയാണ് ലക്ഷ്യം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ അടുത്ത കാലത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഭൂമിയിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെ? 1.5 ലക്ഷം കിലോമീറ്റർ അകലെ. ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, സൂര്യൻ്റെ ഏറ്റവും പുറം പാളികൾ അതായത് കൊറോണ എന്നിവയുടെ നിരീക്ഷണ ദൗത്യമാണ് ആദിത്യയ്ക്കുള്ളത്. എന്തൊക്കെയാണ്? ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, സൂര്യൻ്റെ ഏറ്റവും പുറം പാളികൾ അതായത് കൊറോണ എന്നിവയുടെ നിരീക്ഷണ ദൗത്യമാണ് ആദിത്യയ്ക്കുള്ളത്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പേലോഡുകളുടെ എണ്ണം 7. പേലോഡുകളുടെ എണ്ണം 7. 4 പേലോഡുകൾ സൂര്യനെ നേരിട്ട് വീക്ഷിക്കുന്നു. ശേഷിക്കുന്ന 3 പേലോഡുകൾ ലഗ്രാഞ്ച് പോയിന്റ് L1 കണികകളുടെയും ഫീൽഡുകളുടെയും പഠനങ്ങൾ നടത്തുന്നു. ഇവിടെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്? ലഗ്രാഞ്ച് പോയിന്റ് എന്താണെന്ന് അറിയണം. ഭൂമിയുടെയോ മറ്റ് ഗ്രഹങ്ങളുടെയോ നിഴൽ തടസ്സം ഉണ്ടാവാതെ സദാസമയം സൂര്യനെ വീക്ഷിക്കാൻ സാധിക്കുന്ന പോയിന്റാണ് ലഗ്രാഞ്ച് പോയിന്റ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ഓർക്കേണ്ടത്, ആദിത്യ L1 ദൗത്യത്തിനായി 38 ഇലക്ട്രോണിക് മൊഡ്യൂളുകൾ നിർമ്മിച്ച് നൽകിയ കേരളത്തിലെ സ്ഥാപനമാണ് കെൽട്രോൺ. പിന്നെ ഭൂമിയിൽ നിന്ന് എത്ര ലക്ഷം കിലോമീറ്റർ? 1.5 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൗരഭ്രമ ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഒരു ഹാലോ ഭ്രമണപഥത്തിൽ പേടകത്തെ എത്തിക്കുകയാണ് ലക്ഷ്യം. ഉപയോഗിച്ച പ്രക്രിയ ഏതാണ്? ഓൺ ബോർഡ് പ്രൊപ്പൽഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ പുറത്തേക്ക് പേടകം എത്തുന്നത്. പിന്നെ എത്ര പേലോഡുകൾ ഉപയോഗിച്ച്? 7 പേലോഡുകൾ ഉപയോഗിച്ചു. ആദിത്യയ്ക്ക് എന്ത് നിരീക്ഷണ ദൗത്യമാണ്? ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, സൂര്യൻ്റെ ഏറ്റവും പുറം പാളി അതായത് കൊറോണ എന്നിവയുടെ നിരീക്ഷണ ദൗത്യമാണ് ആദിത്യയ്ക്കുള്ളത്. പ്രസ്താവന ചോദ്യത്തിൽ ഈ പോയിന്റ്സ് പ്രതീക്ഷിക്കാം. ആദിത്യ L1 പ്രധാന ശാസ്ത്ര ലക്ഷ്യങ്ങൾ ക്രോമോസ്ഫിയറിൻ്റെയും കൊറോണയുടെയും അതായത് അപ്പർ അറ്റ്മോസ്ഫിയർ ചലനാത്മകതയെക്കുറിച്ചുള്ള പഠനം. എന്താണ്? ക്രോമോസ്ഫിയറിൻ്റെയും കൊറോണയുടെയും ചലനാത്മകതയെക്കുറിച്ചുള്ള പഠനം. സൂര്യൻ്റെ കൊറോണയിൽ നിന്ന് ഹീലിയോസ്ഫിയറിലേക്ക് കാന്തിക ക്ഷേത്രവും പ്ലാസ്മ പിണ്ഡവും ഗണ്യമായി പുറന്തള്ളുന്നതിന് അതായത് കൊറോണൽ മാസ് ഇജക്ഷൻ പുറന്തള്ളുന്നതിനെയും സൂര്യൻ്റെ ജ്വാലകളെയും കുറിച്ചുള്ള പഠനം. അപ്പം ശാസ്ത്രലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ശാസ്ത്രലക്ഷ്യങ്ങൾ ക്രോമോസ്ഫിയറിൻ്റെയും കൊറോണയുടെയും ചലനാത്മകതയെക്കുറിച്ചുള്ള പഠനം, സൂര്യൻ്റെ കൊറോണയിൽ നിന്ന് ഹീലിയോസ്ഫിയറിലേക്ക് കാന്തിക ക്ഷേത്രവും പ്ലാസ്മ പിണ്ഡവും ഗണ്യമായി പുറന്തള്ളുന്നതിനെയും സൂര്യൻ്റെ ജ്വാലകളെയും കുറിച്ചുള്ള പഠനം. മറ്റ് ശാസ്ത്രലക്ഷ്യങ്ങൾ സൂര്യനിൽ നിന്നുള്ള കണിക ചലനാത്മകതയെക്കുറിച്ചുള്ള പഠനത്തിന് ഡാറ്റ നൽകുന്ന ഇൻസിറ്റു കണികയും പ്ലാസ്മ പരിസ്ഥിതിയും നിരീക്ഷിക്കുക. സൗരവാതത്തിൻ്റെ ഉത്ഭവം, ഘടന, ചലനാത്മകത എന്നിവയെക്കുറിച്ചുള്ള പഠനം. കൊറോണയുടെ ഭൗതിക ശാസ്ത്രപരമായ ഘടനയും അതിൻ്റെ താപപ്രേക്ഷണവും മനസ്സിലാക്കാൻ സൂര്യനിലെ കൊറോണയിലെ കാന്തിക ക്ഷേത്രങ്ങളെയും അവയുടെ അളവുകളെയും കുറിച്ചുള്ള വിലയിരുത്തലുകൾ. ഒന്നിലധികം പാളികളിൽ അതായത് ക്രോമോസ്ഫിയർ, ബേസ്, കൊറോണ എന്നിവയ്ക്ക് സംഭവിക്കുന്ന പ്രക്രിയകളുടെ ക്രമം തിരിച്ചറിയുക. സൗരവികിരണങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള വിശകലനം നടത്തുക.
അതായത് ഒന്നിലധികം പാളികളിൽ ക്രോമോസ്ഫിയർ, ബേസ്, കൊറോണ എന്നിവയ്ക്ക് സംഭവിക്കുന്ന പ്രക്രിയകളുടെ ക്രമം തിരിച്ചറിയുക, സൗരവികിരണങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള വിശകലനം നടത്തുക. കൊറോണൽ മാസ് ഇജക്ഷനുകളുടെ വികസനം, ചലനാത്മകത, ഉത്ഭവം. എന്താണ് കൊറോണൽ മാസ് ഇജക്ഷനുകളുടെ വികസനം, ചലനാത്മക ഉത്ഭവം. പിന്നെന്താ കൊറോണൽ ലൂപ്പുകൾ എന്നിവയിലുള്ള പ്ലാസ്മയുടെ താപനില, വേഗം, സാന്ദ്രത എന്നിവയെക്കുറിച്ചുള്ള പഠനം. ഇതൊക്കെ ഒന്ന് വായിച്ച് വെച്ചിരുന്നാൽ മതി. പിന്നെ പ്രസ്താവന ചോദ്യത്തിന് എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം, ഒന്ന് വായിച്ച് വയ്ക്കുക. നമുക്ക് പേലോഡുകൾ നോക്കാം. പേലോഡുകൾ മെയിനായിട്ട് മെയിൻ നെയിം ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. പ്രസ്താവനയ്ക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ചോദിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചോദിക്കാം, പക്ഷേ മെയിനായിട്ട് മറക്കാതിരിക്കുക, അതിൻ്റെ പേര് മറക്കാതിരിക്കുക. പേലോഡ്, റിമോട്ട് സെൻസിങ് പേലോഡ് 4 എണ്ണം. വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ്, അതായത് വെൽക്ക്. വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ്, ചിലപ്പോൾ വെൽക്ക് തന്നിട്ട് അതിൻ്റെ ഫുൾ ഫോം ചോദിക്കാം. വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ്. എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? സൂര്യൻ്റെ ബാഹ്യ വലയമായ കൊറോണയെക്കുറിച്ച് പഠിക്കുന്നു. സൗരോർജ്ജത്തെക്കുറിച്ച് പഠിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് വെൽക്ക്. ISROവുമായി സഹകരിച്ച് ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ആണ് ഉപകരണം വികസിപ്പിച്ചത്. ഇവിടെ ഓർക്കേണ്ട 2 പോയിന്റ്. പേലോഡിൻ്റെ പേര് വെൽക്ക്, വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫും, പിന്നെ അത് വികസിപ്പിച്ചത് ആരാണ്? ISROവുമായി സഹകരിച്ച് ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ആണ് ഉപകരണം വികസിപ്പിച്ചത്. പിന്നെ വെൽക്ക് എന്തിനു ഉപയോഗിക്കുന്നു? സൂര്യൻ്റെ ബാഹ്യ വലയമായ കൊറോണയെക്കുറിച്ച് പഠിക്കാനും പിന്നെ സൗരോർജ്ജത്തെക്കുറിച്ച് പഠിക്കാനും രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. അപ്പോൾ പേലോഡ് വെൽക്ക്. അപ്പോൾ നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ പേലോഡ് ഏതാണ്? വെൽക്ക്. അടുത്തത് സ്യൂട്ട്. സ്യൂട്ടിൻ്റെ ഫുൾ ഫോം എന്താണ്? സോളാർ അൾട്രാ വയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ്. സ്യൂട്ട് എന്നാൽ സോളാർ അൾട്രാ വയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ്. സൂര്യൻ്റെ ചിത്രങ്ങൾ എടുക്കുക, സൗരവികിരണങ്ങൾ വ്യതിയാനങ്ങൾ അളക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. സ്യൂട്ടിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സൂര്യൻ്റെ ചിത്രങ്ങൾ എടുക്കുക, സൗരവികിരണ വ്യതിയാനങ്ങൾ അളക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഈ സ്യൂട്ട് എവിടെയാണ് രൂപകൽപ്പന ചെയ്തത്? പൂനെയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് ആണ് സ്യൂട്ട് രൂപകൽപ്പന ചെയ്തത്. സ്യൂട്ട് രൂപകൽപ്പന ചെയ്ത എവിടെയാണ്? പൂനെയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് ആണ് സ്യൂട്ട് രൂപകൽപ്പന ചെയ്തത്. വെൽക്ക് രൂപകൽപ്പന ചെയ്ത് എവിടെയാണ്? ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ്. മാറിപ്പോകരുത്. വെൽക്ക് ബാംഗ്ലൂര്, സ്യൂട്ട് പൂനെ. വെൽക്ക് ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ്ട്രോഫിസിക്സ്, സ്യൂട്ട് പൂനെയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ്. അപ്പം രണ്ടും പഠിച്ചല്ലോ. വെൽക്ക് എന്താണ്, സ്യൂട്ട് എന്താണെന്ന് പഠിച്ചു. വെൽക്ക് വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ്, സൂര്യൻ്റെ ബാഹ്യവലയമായ കൊറോണയെക്കുറിച്ചും സൗരോർജ്ജത്തെക്കുറിച്ചും പഠിക്കാൻ ISROയുമായി സഹകരിച്ച് ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ്ട്രോഫിസിക്സ് ആണ് വെൽക്ക് രൂപകൽപ്പന ചെയ്തത്. സ്യൂട്ട് സൂര്യൻ്റെ ചിത്രങ്ങൾ എടുക്കുക, സൗരവികിരണങ്ങൾ വ്യതിയാനങ്ങൾ അളക്കുക. എവിടെ രൂപകൽപ്പന ചെയ്തത്? പൂനെയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് ആണ് സ്യൂട്ട് രൂപകൽപ്പന ചെയ്തത്. അപ്പോൾ നമ്മൾ രണ്ടും പഠിച്ചു, വെൽക്കും പഠിച്ചു, സ്യൂട്ടും പഠിച്ചു. അടുത്ത പേലോഡ് എന്താണ്? സോളക്സ്. എന്താണ് സോളക്സ്? സോളക്സ് എന്നാൽ സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ. സോളക്സ് എന്നാൽ സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ. ഇവിടെ എന്താ ഇതിൻ്റെ മെയിൻ ഉപയോഗം എന്താണ്? ഇത് സോഫ്റ്റ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ. സോളക്സ് EX വരുന്നതുകൊണ്ട് അവിടെ എക്സ്റേ ഓർത്തിരിക്കുക. ഇതെന്താണ്? സോഫ്റ്റ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ അല്ലെങ്കിൽ സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? സൗരവാതങ്ങളെക്കുറിച്ച് പഠിക്കാൻ. എന്തിനെക്കുറിച്ച് പഠിക്കാൻ? സൗരവാതങ്ങളെക്കുറിച്ച് പഠിക്കാൻ. ഈ സോളക്സ് രൂപകൽപ്പന ചെയ്ത് അല്ലെങ്കിൽ വികസിപ്പിച്ചത് UR റാവു സാറ്റലൈറ്റ് സെൻറ്റർ, അതും ബാംഗ്ലൂർ തന്നെയാണ്. UR റാവു സാറ്റലൈറ്റ് സെൻറ്റർ, ബാംഗ്ലൂർ. അപ്പോൾ മൂന്നാമത്തെ പേലോഡ് ഏതാണ്? സോളക്സ് നിർമ്മിച്ചത് എവിടെയാണ്? വികസിപ്പിച്ച എവിടെയാണ്? UR റാവു സാറ്റലൈറ്റ് സെൻറ്റർ. UR റാവു സാറ്റലൈറ്റ് സെൻറ്ററും ബാംഗ്ലൂർ തന്നെയാണ്. സൗരവാതങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനാണ് സോളക്സ് വിക്ഷേപിച്ചത്. അപ്പോൾ 3 പേലോഡ് പഠിച്ചു. ഏതൊക്കെ? വെൽക്ക്, സ്യൂട്ട്, സോളക്സ്. അടുത്ത എന്താണ്?
ഹീലിയോസ് എന്താണ്? സോളെക്സ് സോഫ്റ്റ് എക്സ്റേ സ്പെക്ട്രോമീറ്ററിലാണെങ്കിൽ ഹീലിയോസ്. ഹാർഡ് എക്സ്റേ സ്പെക്ട്രോമീറ്ററാണ് ഹീലിയോസ്, അല്ലെങ്കിൽ ഹൈ എനർജി L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ. ഹീലിയോസ് എന്ന് എളുപ്പം പഠിക്കാൻ വേണ്ടി ഞാൻ വായിച്ചതാണ്. HEL1OS എന്നാണ്. അപ്പോൾ ഹീലിയോസ് ഹാർഡ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ, ഹൈ എനർജി L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ. ഇതെന്തിനു വേണ്ടിയാണ് നമ്മൾ വികസിപ്പിച്ചത്? സൂര്യൻ്റെ എക്സ്റേ കിരണങ്ങളെ കുറിച്ച് പഠിക്കാൻ. സോളക്സ് ആണെങ്കിലോ സൗരവാദങ്ങൾ, സൗരവാദങ്ങളെക്കുറിച്ച് പഠിക്കാൻ സോളക്സും, എന്താണ്, സൂര്യൻ്റെ എക്സ്റേ കിരണങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഹീലിയോസ്, അല്ലെങ്കിൽ എന്താണ്, HEL1OS. ഓക്കെ, ഇതും വികസിപ്പിച്ചത് UR റാവു സാറ്റലൈറ്റ് സെൻറ്റർ, ബാംഗ്ലൂരു. അപ്പോൾ നമ്മൾ റിമോട്ട് സെൻസിങ് പേലോഡ് ആയ 4 പഠിച്ചു. ഏതൊക്കെ? വെൽക്ക് വികസിപ്പിച്ചത് ISROയുമായി സഹകരിച്ച് ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ്. ഓക്കെ, അപ്പോൾ വെൽക്ക് വികസിപ്പിച്ചത് ISROയുമായി സഹകരിച്ച് ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ്. സൂര്യൻ്റെ ബാഹ്യഫലമായ കൊറോണയെക്കുറിച്ചും സൗരോർജ്ജത്തെക്കുറിച്ചും പഠിക്കാനാണ്. അടുത്തത് നമ്മൾ പഠിച്ചത് സ്യൂട്ട് വികസിപ്പിച്ചത് പൂനെയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ആസ്ട്രോഫിസിക്സ് ആണ് സ്യൂട്ട് രൂപകൽപ്പന ചെയ്തത്. എന്തിനാണ്? സൂര്യൻ്റെ ചിത്രങ്ങൾ എടുക്കുക, സൗരവികിരണങ്ങൾ, വ്യതിയാനങ്ങൾ അളക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. അത് കഴിഞ്ഞ് സോളക്സും ഹീലിയോക്സും. സോളക്സ് സൗരവാദങ്ങളെക്കുറിച്ച് പഠിക്കാൻ, ഹീലിയോക്സ് സൂര്യൻ്റെ എക്സ്റേ കിരണങ്ങളെക്കുറിച്ച് പഠിക്കാൻ. സോളക്സും ഹീലിയോക്സും വികസിപ്പിച്ചത് UR റാവു സാറ്റലൈറ്റ് സെൻറ്റർ, ബാംഗ്ലൂര്. നമുക്കടുത്ത് ഇൻസിറ്റു പേലോഡായ 3 നോക്കാം. ഒന്നാമത്തെ ആസ്പെക്സ്. എന്താണ് ആസ്പെക്സ് എന്നാൽ ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെൻറ്റ്. ആസ്പെക്സ് എന്നാൽ ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെൻറ്റ്. ഇവിടെ എന്താണ്? ആ പേരിൽ തന്നെയുണ്ട് വിൻഡ്. എന്താണ്? സൗരക്കാറ്റ്, ഊർജ്ജസ്വലമായ അയോണുകൾ, അവയുടെ ഊർജ്ജ വിതരണം എന്നിവ പഠിക്കുകയാണ് ലക്ഷ്യം. ആസ്പെക്സിൻ്റെ ലക്ഷ്യം എന്താണ്? സൗരക്കാറ്റ്, ഊർജ്ജസ്വലമായ അയോണുകൾ, അവയുടെ ഊർജ്ജ വിതരണം എന്നിവ പഠിക്കുകയാണ് ലക്ഷ്യം. പ്ലാസ്മ രൂപത്തിലാണ് സൂര്യനിൽ നിന്ന് സ്ഫോടനം വഴി ദ്രവ്യം പുറത്തു വരുന്നത്. എങ്ങനെയാണ്? പ്ലാസ്മ രൂപത്തിൽ. പിന്നെ ഇതെവിടെ വികസിപ്പിച്ചത്? അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറിയിലാണ് ആസ്പെക്സ് വികസിപ്പിച്ചത്. ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. കാരണം പേലോഡ് എല്ലാം വികസിപ്പിച്ചത് പല സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് പഠിച്ചു വയ്ക്കുക. നമ്മൾ പഠിച്ചു വെൽക്ക് ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ്, സ്യൂട്ട് പൂനെയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ്. പക്ഷേ സോളക്സും ഹീലിയോസും എളുപ്പമായി. UR റാവു സാറ്റലൈറ്റ് സെൻറ്റർ, ബാംഗ്ലൂര്. ഇവിടെ വന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പേലോഡായ ആസ്പെക്സ് വികസിപ്പിച്ചത് അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറിയിലാണ് ആസ്പെക്സ് വികസിപ്പിച്ചത്. ഓക്കെ, അടുത്തത് എന്താണ്? പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ. എന്താണ്? പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ബഹിരാകാശത്തെ കാലാവസ്ഥയുടെ സ്വാധീനം മനസ്സിലാക്കുന്നു. പാപ്പ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ബഹിരാകാശത്തെ കാലാവസ്ഥയുടെ സ്വാധീനം മനസ്സിലാക്കുന്നു. പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ. ഇതെവിടെയാണ് വികസിപ്പിച്ചത്? അത് നമ്മുടെ തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലാണ് പാപ്പ വികസിപ്പിച്ചത്. എവിടെയാണ്? തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലാണ് വികസിപ്പിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ എത്ര എണ്ണം പഠിച്ചു? 6 പഠിച്ചു. റിമോട്ട് സെൻസിങ് പേലോഡ് 4, ഇൻസിറ്റു പേലോഡ് 2. ഇനി ഒന്നും കൂടെ ഉണ്ട്, മാഗ്നെറ്റോമീറ്റർ. സൂര്യൻ്റെ കാന്തിക വലയത്തെക്കുറിച്ച് പഠിക്കുന്നു. മാഗ്നറ്റ് ഇല്ലേ? അപ്പോൾ നമ്മൾ അതെന്തിനു ഉപയോഗിക്കുന്നു? മാഗ്നെറ്റോമീറ്റർ എന്ന് വെച്ചാൽ എന്തിനു ഉപയോഗിക്കുന്നു? കാന്തിക വലയം. സൂര്യൻ്റെ കാന്തിക വലയത്തെക്കുറിച്ച് പഠിക്കുന്നു. അതെവിടെ വികസിപ്പിച്ചത്? ബാംഗ്ലൂരിലെ ലബോറട്ടറി ഫോർ ഇലക്ട്രോ ഒപ്റ്റിക് സിസ്റ്റംസ് ആണ് മാഗ്നെറ്റോമീറ്റർ വികസിപ്പിച്ചത്. മാഗ്നെറ്റോമീറ്റർ എന്ന ഉപകരണം വികസിപ്പിച്ചത് എവിടെയാണ്? ബാംഗ്ലൂരിലെ ലബോറട്ടറി ഫോർ ഇലക്ട്രോ ഒപ്റ്റിക് സിസ്റ്റംസ് ആണ് മാഗ്നെറ്റോമീറ്റർ എന്ന ഉപകരണം വികസിപ്പിച്ചത്.
അപ്പോൾ പേലോഡുകൾ നമ്മൾ നന്നായിട്ട് പഠിച്ചു. നിങ്ങൾ വായിക്കുക, എന്തായാലും 1 മാർക്ക് ഉറപ്പാണ്. പേലോഡുകൾ 7 എണ്ണം. 1 വെൽക്ക്, ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ്. 2 സ്യൂട്ട്, പൂനെയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ്. പിന്നെ സോളക്സും ഹീലിയോക്സും UR റാവു സാറ്റലൈറ്റ് സെൻറ്റർ ബാംഗ്ലൂർ. പിന്നെ ആസ്പെക്സ് അങ്ങനെ പഠിക്കുക. അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറിയിലാണ് ആസ്പെക്സ് വികസിപ്പിച്ചത്. പിന്നെ പാപ്പ ആരാ? നമ്മുടെ പാപ്പ എന്ന് പഠിക്കുക. പാപ്പ ആരാ വികസിപ്പിച്ചത്? തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലാണ് പാപ്പ വികസിപ്പിച്ചത്. പിന്നെ മാഗ്നറ്റോമീറ്റർ, അത് ബാംഗ്ലൂരിലെ ലബോറട്ടറി ഫോർ ഇലക്ട്രോ ഒപ്റ്റിക് സിസ്റ്റംസ് ആണ് മാഗ്നറ്റോമീറ്റർ വികസിപ്പിച്ചത്. നമുക്കിനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പോയിൻ്റ് കൂടെ നോക്കാം. ആദിത്യ എല്ലോൺ വിക്ഷേപണത്തിൽ കേരളത്തിൻ്റെ പങ്ക്. ആദിത്യ എല്ലോൺ മിഷൻ്റെ RMSA എന്ന് വെച്ചാൽ എന്താ? റിമോട്ട് മൗണ്ട് സേഫ് ആം 23 എണ്ണവും 2 റേഡിയോ തരംഗം പാക്കേജുകളും ഉൾപ്പെടെ 30 ഇലക്ട്രോണിക് പാക്കേജുകൾ നിർമ്മിച്ച് നൽകിയത് ആരാണ്? പാലക്കാട് കഞ്ചിക്കോട് ITI ലിമിറ്റഡ്. എന്താണ് പറഞ്ഞത്? ആദിത്യ എല്ലോൺ മിഷൻ്റെ RMSA അതായത് റിമോട്ട് മൗണ്ട് സേഫ് ആമും 23 എണ്ണവും 2 റേഡിയോ തരംഗം പാക്കേജുകൾ ഉൾപ്പെടെ 30 ഇലക്ട്രോണിക്സ് പാക്കേജുകൾ നിർമ്മിച്ച് നൽകിയത് ആരാണ്? പാലക്കാട് കഞ്ചിക്കോട് ITI ലിമിറ്റഡ്. പിന്നെന്താ? 6 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കൊപ്പം 14 സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളും കേരളത്തിൽ നിന്ന് ആദിത്യ L1 പങ്കാളികളാണ്. പ്രസ്താവന ചോദ്യത്തിൽ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. 6 പൊതുമേഖല, എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ? 6 പൊതുമേഖലാ സ്ഥാപനങ്ങളും 14 സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളും കേരളത്തിൽ നിന്ന് ആദിത്യ L1 പങ്കാളികളാണ്. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ആദിത്യ എല്ലോൺ ഇപ്പോൾ പഠിച്ചത്. എല്ലാവരും നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഉറപ്പായിട്ടും എനിക്ക് നല്ല ഉറപ്പുണ്ട് 1 മാർക്ക് ഉറപ്പിക്കാം ആദിത്യ എല്ലോണിൽ നിന്ന്. അപ്പോൾ നമുക്ക് നിർത്താം. അടുത്ത ക്ലാസ്സുമായി പിന്നെ കാണാം നമുക്ക്. ഓക്കെ, താങ്ക് യു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കഴിയുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഓക്കെ.